Trivandrum is paradise, God's own country. Yeah. അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ തന്നെ കേട്ടിട്ടുള്ള ഒന്നാണ് കരവിരുത് വ്യവസായം. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന കലാസൃഷ്ടികളാണ് കേരളത്തിനുള്ളത്. തിരുവനന്തപുരത്തുള്ള കരകൗശല ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ക്രാഫ്റ്റ് വില്ലേജ് കോവളം. ക്രാഫ്റ്റ് വില്ലേജിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സ്റ്റുഡിയോ. ഒത്തിരി കേരളത്തിന്റെ തനതായ വാദ്യോപകരണങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോ ഏത് ഇൻസ്ട്രുമെന്റിന്റെ മേക്കിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മളിപ്പോ ഗഞ്ചറയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോലക് അല്ലേ? ഗഞ്ചറ എന്ന് പറയും, പക്ഷെ ഇവിടെ ട്രിവാൻഡ്രം സ്റ്റൈലില് ഡോലക്. ഇത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ് നമ്മളിപ്പോ ഇതാണ് വുഡ്. അതിന്റെ വുഡ് നമുക്ക് വുഡ് ഇങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. എന്ത് തടിയാണ്? നമുക്ക് പ്ലാവ്, മഹാഗണി, കണിക്കൊന്ന അങ്ങനെയുള്ള തടി വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് കൂടുതൽ എടുക്കുന്നത്. നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പ്ലാവിന്റെ തടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ പ്ലാവിന്റെ തടിയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സിന് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്കിന്നും ഓരോന്നിന്റെ സ്കിന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മദ്ദളത്തിനാണെങ്കിൽ നമ്മൾ പോത്തിന്റെ, ബഫ്ലോ, പിന്നെ ചെണ്ടയ്ക്കാണെങ്കിൽ ഓക്സ്, കാള, പിന്നെ മൃദംഗം, തബല, ഇതെല്ലാം നമ്മൾ ആട്ടിൻ്റെ തോല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചേട്ടാ, ഈ ഒരു ഡോലൊക്കെ ചെയ്യാനായിട്ട് ചേട്ടൻ തന്നെ ചെയ്യാൻ പറ്റുമോ, അതിപ്പോ ഒരാളുടെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഇതിപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലേ, അതിപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് ചെയ്യേണ്ടുള്ളൂ. മദ്ദളം മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരാൾ സപ്പോർട്ട് വേണം. മദ്ദളത്തിന് ഒരാൾ മദ്ദളം ടൈറ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഒരാൾ മുട്ടാൻ ഒരാൾ വേണം. അങ്ങനെ ചില ഇതിലേക്ക് നമുക്ക് രണ്ടാൾ വേണ്ടി വരും. കണ്ടല്ലോ അല്ലേ, ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില, അങ്ങനെ ഇതുപോലുള്ള ഒത്തിരി വാദ്യോപകരണങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും. നമസ്കാരം, എൻ്റെ പേര് ശ്രീപ്രസാദ്. ഞാൻ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. കോവളത്തിനടുത്ത് വെള്ളാറിലാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 2011 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സാറ് വിനോദസഞ്ചാര വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ സെൻ്ററുകളിൽ ഒന്നാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം 2018 വരെ ഈ സ്ഥാപനം പ്രത്യേകിച്ച് ചലനമൊന്നുമില്ലാതെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നാണ് 2018 വിനോദസഞ്ചാര വകുപ്പിന് വേണ്ടി ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും 2021 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തത്. കേരളത്തിനകത്തെ പൊട്ടൻഷ്യലായ കരകൗശല ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇതിനെയൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള ഒരിടമായിട്ടാണ് ക്രാഫ്റ്റ് വില്ലേജിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എത്തപ്പെടുന്ന ഒരു വിനോദസഞ്ചാരിയെ സംബന്ധിച്ച് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ട്രഡീഷണലായ നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന 28ഓളം കരകൗശല ഉൽപ്പന്നങ്ങൾ നേരിട്ട് കാണാനും അത് നിർമ്മിക്കുന്ന
ആർട്ടിസ്റ്റുകളുമായി ഇടപെടാനും അതിൽ ഇൻവോൾവ് ചെയ്യാനുമുള്ള അവസരം ക്രാഫ്റ്റ് വില്ലേജിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനം നേരിട്ട് 100ഓളം കരകൗശല വിദഗ്ധർക്ക് അല്ലെങ്കിൽ കലാകാരർക്ക് നേരിട്ട് അവരുടെ ജീവിത മെച്ചപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന മുടിയേറ്റായാലും തെയ്യമായാലും കഥകളിയായാലും കൂടിയാട്ടമായാലും മറ്റൊരു നാടിനും പിന്നെ അവകാശപ്പെടാൻ പറ്റാത്ത അത്ര വിപുലമായ വൈവിധ്യമായ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാമുകൾ നമ്മുടേതായി സ്വന്തമായിട്ടുണ്ട്. ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇടപെടുന്ന കലാകാരന്മാർക്ക് നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കാൻ ആവശ്യമായ അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ്, ഒരുപാട് കലാപ്രവർത്തനങ്ങൾ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അവിടെയാണ് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്. എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താനാണ് ക്രാഫ്റ്റ് വില്ലേജ് ശ്രമിക്കുന്നത്. Trivandrum is paradise. I'm from Delhi, so it's beautiful here. God's own country, yeah. No pollution, peaceful, people are friendly. People are friendly everywhere, I believe. But still, yeah, people are ready to help you out. They're nice people here. It's actually eye-opening. I never thought these things are so intricately articulated, made. It takes so much labor to make small thing because they were making it over there. So it's an eye-opening, and we the consumer never came across the hard work of the people involved in it, the natural resources, a lot. I can't name all, but yes, they are really good and very reasonably priced. I mean, the staff is very friendly. They are ready to share all the information I was asking. They were ready to offer me the all knowledge they had. That was really good. And they were never forcing me to buy it. I mean, they were not selling. They were ready to share their art. That's the best point, I believe. I'll really recommend everybody to come here at least once. Enjoy that, be a part of the culture we have. കേരളത്തിൻ്റെ ആയോധന കലയായിട്ടുള്ള കളരിയെ സംരക്ഷിക്കാനുള്ള, കാരണം യോഗയ്ക്ക് കിട്ടിയ അതേ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആയോധന കലാരൂപമാണ് യോഗ. ആയോധന കലയല്ല, എന്നാൽ നമുക്ക് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റുന്ന, മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് കളരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമ്പസിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു 5 മണിക്കൂർ ഇതിൻ്റെ മനോഹാരിതയിൽ നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഈ ഭൂപ്രകൃതിയിൽ ഇരുന്ന് ഈ കാണുന്ന കേരളത്തിൻ്റെ കൾച്ചർ മുഴുവൻ നേരിട്ട് അനുഭവിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്രാഫ്റ്റ് വില്ലേജിനെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന TN ന്യൂസ് കാണുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങളേറെ സ്നേഹത്തോടെ കേരളത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിങ് സെൻ്ററായ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ തനത് കലാസൃഷ്ടികൾ. തിരുവനന്തപുരത്ത് വരുന്നവർ ഉറപ്പായും ഇത് കാണാതെ പോകരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. Until then, this is Aisha Hari signing off.